നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. മട്ടന്നൂർ ലാസാറോ അക്കാദമി ബിരുദദാന ചടങ്ങ് മട്ടന്നൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ കെ ശൈലജ MLA ഉദ്ഘാടനം ചെയ്തു. ലാസാറോ MD റയീസ് അധ്യക്ഷത വഹിച്ചു. മട്ടന്നൂർ ലാസാറോ അക്കാദമി ബിരുദദാന ചടങ്ങ് മട്ടന്നൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ കെ ശൈലജ ടീച്ചർ MLA നിർവഹിച്ചു. ജീവിത നിലവാരം വളരെ മെച്ചപ്പെട്ട ഇടങ്ങളുമുണ്ട്. എന്നാൽ മുമ്പത്തേക്കാൾ വളരെ കഷ്ടതയിലേക്ക് മനുഷ്യ സമൂഹം മൂക്കുകുത്തി വീണ ഇടങ്ങളും ഭൂമിയിലുണ്ട്. ഭൂമിയിൽ എല്ലാ മനുഷ്യരും സുഖപ്രദമായി ജീവിക്കണമെന്നാണ് വിദ്യാഭ്യാസം നേടുന്നതിലൂടെ ഓരോ വ്യക്തിയും ആഗ്രഹിക്കേണ്ടത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഓവറോൾ ഡെവലപ്മെന്റ് ആണ്. എല്ലാ തലത്തിലുമുള്ള വികാസം, മാനസികവും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം സംരക്ഷിക്കലും മാനസികമായിട്ടുള്ള വലിയ തോതിൽ മനുഷ്യ സ്നേഹപരമായി ചിന്തിക്കാൻ കഴിയുന്ന നല്ല മനുഷ്യരായിട്ട് മാറുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ ഏത് കോഴ്സും ചേർന്ന് പഠിക്കുന്ന കുട്ടികളും അവര് വിദ്യാഭ്യാസം പൂർത്തിയാക്കി വരും. വിദ്യാഭ്യാസത്തിൽ പൂർത്തിയാവുന്നില്ല, തുടർച്ചയായിട്ട് നേടേണ്ടുന്ന ഒന്നാണ്. എങ്കിലും വിദ്യ നേടുന്ന ഒരു യുവാവും യുവതിയും ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലുണ്ടാകേണ്ടത് മനുഷ്യ സ്നേഹമാണ്. ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം കിട്ടിയ എല്ലാ മനുഷ്യരും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി തങ്ങളാലാവുന്ന ചെറുതെങ്കിലുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് കാണാൻ എല്ലാവർക്കും സാധിക്കണം. ഇന്ത്യയുടെ വല്ലാത്ത ദുരയുടെ ഭാഗമായിട്ടാണ് ലോകത്തിന്റെ പല ഭാഗത്തും യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. ആയുധങ്ങൾ ഉണ്ടാക്കുന്ന വൻകിട കച്ചവടക്കാർക്ക് ആയുധം വിറ്റ് കാശുണ്ടാക്കുന്നതിനും ഭൂമിയിൽ നല്ല നിക്ഷേപമുള്ള ഓയിലും അതുപോലെ സ്വർണം പോലുള്ള ലോഹങ്ങളും ഒക്കെ ആയിട്ട് നിക്ഷേപമുള്ള ഇടത്ത് ആ രാജ്യക്കാരെ കീഴടക്കി അതെല്ലാം ഊറ്റിയെടുക്കാനും ആഗ്രഹമുള്ള വലിയ കോർപ്പറേറ്റ് മുതലാളിമാരാണ് യുദ്ധങ്ങൾക്ക് പിറകിലെന്ന് കാണാൻ സാധിക്കും. ലാസാറോ MD റയീസ് അധ്യക്ഷത വഹിച്ചു. ഹെലൻ കെല്ലർ അവാർഡ് ജേതാവ് ലക്ഷദ്വീപ് സ്വദേശി ഉമ്മർ ഫാറൂഖ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പയ്യന്നൂർ ലാസാറോ MD KP ജോബി പ്രഭാഷണം നടത്തി. M രതീഷ്, VN മുഹമ്മദ്, KK കീറ്റക്കണ്ടി, KC മനോജ് നമ്പ്യാർ, പ്രിൻസിപ്പൽ ഫെമീന, സ്റ്റാഫ് കോർഡിനേറ്റർ ജിൻസി, പ്രോഗ്രാം കോർഡിനേറ്റർ സുഹൈൽ എന്നിവർ സംസാരിച്ചു. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.